ബിജുവിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ തുടങ്ങി. അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടക്കും. സംസ്കാരം വൈകിട്ട് 3 മണിക്കാണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. അർജുൻ മട്ടന്നൂരും ലേബി സജീന്ദ്രനും നമുക്കൊപ്പമുണ്ട്. ആദ്യം അർജുൻ മട്ടന്നൂരിലേക്ക്. അർജുൻ മട്ടന്നൂർ, അപകടം ഉണ്ടായതിനു ശേഷം ആ മണ്ണിലേക്ക് തിരിച്ചെത്തുന്നവരുടെ ആശങ്കയോടെയുള്ള പ്രതികരണങ്ങളാണ് കുഞ്ഞിന്റേതടക്കം നമ്മൾ കേട്ടത്. അപകടശേഷമുള്ള പ്രദേശത്തെ അവസ്ഥ എങ്ങനെയാണ്? കൂടുതൽ വീടുകൾ അപകട ഭീഷണിയിലായ സാഹചര്യത്തിൽ സാധനങ്ങളെല്ലാം പൂർണ്ണമായും മാറ്റുകയല്ലേ അവിടെ നിന്ന്? തീർച്ചയായും സുജയ, ഒരു നാട്ടിലെ ആളുകൾ ഒന്നടങ്കം പലായനം ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഓരോരോ വീടുകളിലുള്ളവരും അവരുടെ എല്ലാ സാധനങ്ങളും എടുത്ത് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോവുകയാണ്. ബന്ധുവീടുകളിലേക്കും അതോടൊപ്പം തന്നെ പകരം താൽക്കാലികമായ സംവിധാനങ്ങളിലേക്കും മറ്റ് സ്കൂളുകളിലേക്കുമൊക്കെ തന്നെ പൂർണ്ണമായും മാറുകയാണ്. അത്തരത്തിൽ ഇനി ഒരിക്കൽ പോലും ഇവിടെ താമസിക്കാൻ കഴിയില്ല എന്നുറപ്പായി ആളുകളൊക്കെ തന്നെ പോവുകയാണ്. വളരെ വൈകാരികമായ കാഴ്ചകളാണ് നമ്മളിവിടെ കാണുന്നത്. പ്രത്യേകിച്ച് ഒന്നിച്ച് എത്രയോ വർഷങ്ങളായി ഒന്നിച്ച് വളർന്നവർ, ഒന്നിച്ച് ജീവിച്ചവർ, എല്ലാ ഉത്സവങ്ങളും ഒന്നിച്ച് കൊണ്ടാടിയവർ, അവരൊക്കെ തന്നെ പരസ്പരം കെട്ടിപ്പിടിച്ച് കരയുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ കാണുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകളും കുട്ടികളുമൊക്കെ തന്നെ അയൽവാസികളായിരുന്നവരൊക്കെ തന്നെ ഇനി പല ഭാഗങ്ങളിലേക്ക് മാറി താമസിക്കേണ്ടി വരും. അത്തരത്തിൽ പരസ്പരം ഒരുപക്ഷെ കാണാതെ പല ഭാഗങ്ങളിലേക്ക് മാറേണ്ടി വരും എന്ന ആശങ്കയൊക്കെ തന്നെയുണ്ട്. അത്തരത്തിൽ ഒരു ഭാഗത്ത് ഇത്തരം പലായനത്തിൻ്റെ കാഴ്ചകൾ, മറുഭാഗത്ത് കണ്ണീരിൻ്റെ കാഴ്ചകൾ, അത്തരത്തിൽ ആരെയും വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ് ഈ ഭാഗത്ത് അടിമാലിയിൽ നിന്നും കാണാൻ കഴിയുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇവിടെയുള്ള ആളുകളൊക്കെ തന്നെ ഇവിടെ നിന്ന് മാറാൻ വേണ്ടി ഒരുങ്ങുകയാണ്. പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ തന്നെ ഇവിടെ ഇത്തരത്തിൽ പരസ്പരം യാത്ര പറയുന്ന ഒരു സാഹചര്യമാണ്. നമുക്ക് ചേച്ചി ഇവിടെയാണോ? അല്ല, ഞാൻ അംഗൻവാടി. ഇവരൊക്കെ ഇവിടുന്ന് മാറുകയാണല്ലേ? അവരൊക്കെ ഇവിടുന്ന് മാറുക. നമുക്കെന്തായാലും ഈ ദൃശ്യങ്ങളിലേക്ക് തന്നെ പോകാം. അതായത് ഇവരൊക്കെ തന്നെ ഇവിടുന്ന് മാറി താമസിക്കുകയാണ്. അതോടൊപ്പം തന്നെ ബിജുവിൻ്റെ ഇൻക്വസ്റ്റ് നടപടികൾ ഒരു ഭാഗത്ത് ആശുപത്രിയിൽ അടുത്ത് തന്നെയാണ്, ആശുപത്രിയിൽ പുരോഗമിക്കുന്നുണ്ട്. അവിടെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ബിജുവിൻ്റെ ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുന്നുണ്ട്. അതിനുശേഷം സംസ്കാര എപ്പോൾ നടത്തണമെന്ന കാര്യം തീരുമാനിച്ചിട്ടില്ല. പ്രത്യേകിച്ച് ഭാര്യയുടെ ആരോഗ്യസ്ഥിതി, സന്ധ്യയുടെ ആരോഗ്യസ്ഥിതി കൂടി പരിഗണിച്ചായിരിക്കും ഈ സംസ്കാര ചടങ്ങുകളൊക്കെ തന്നെ തീരുമാനിക്കുക. മാത്രവുമല്ല, ഈ മകൾ, കോട്ടയത്ത് നഴ്സിംഗ് വിദ്യാർത്ഥിനിയായ മകളെയും ഈ കാര്യം അറിയിച്ചോ എന്ന് സംശയമാണ്. അത്തരത്തിൽ ഈ കാര്യങ്ങളൊക്കെ പരിഗണിച്ച ശേഷം മാത്രമായിരിക്കും സംസ്കാര ചടങ്ങിലേക്ക് സ്വാഭാവികമായി തീരുമാനം എത്തുക. എന്തായാലും ഇപ്പോഴും വലിയ മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള ഒരു സ്ഥലമാണ്. കൂടുതൽ മണ്ണിടിയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും ആളുകളെ മാറ്റുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനിയും കൂടുതൽ മണ്ണിടിയാൻ സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് തന്നെയാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത്. ഇന്നലെ അപ്രതീക്ഷിതമായി പെട്ടെന്നൊരു അറിയിപ്പ് മാത്രമാണ് ഇവർക്ക് വിള്ളൽ കണ്ടതോടെ എല്ലാവരും ക്യാമ്പിലേക്ക് മുന്നറിയിപ്പ് അനുസരിച്ച് മാറുകയായിരുന്നു. എന്തായാലും അതുകൊണ്ട് ഒരു വലിയ ദുരന്തമാണ് ഒഴിവായത്. ഇന്നലെ രാത്രി മാറേണ്ട, നാളെ മാറാം എന്നവർ കരുതിയിരുന്നെങ്കിൽ എത്ര പേർ ആ മണ്ണിനടിയിൽ പെട്ടുപോയേനെ എന്നുള്ളത് ആശങ്കയുണ്ടാക്കുന്ന ഒരു ചിന്തയായി മനസ്സിലേക്ക് വരികയാണ്.